ഗായ്സ്, വെൽക്കം ബാക്ക്. എനിക്കറിയാം ഞാൻ കുറേ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു 2 വീക്ക് എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും. വേറെ ഒന്നുമല്ല ഗായ്സ്, എനിക്കാണെങ്കിൽ വയ്യായിരുന്നു. പിന്നെ ചെറുതായിട്ടൊരു മടിയും ഉണ്ടായിരുന്നു. അതിനെക്കൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ കുറച്ച് കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ വിചാരിക്കുന്നു. കാരണം ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായല്ലോ. അപ്പോൾ പിന്നെ അങ്ങോട്ട് കൺസിസ്റ്റൻ്റായി ഇടാൻ പറ്റിയില്ലെങ്കിലോ വിചാരിച്ചിട്ട് ഞാനാണെങ്കിൽ സ്റ്റൈൽ യൂണിയനിൽ നിന്ന് 2 ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അതേപോലെ പുതിയൊരു ടോപ്പാണ് കേട്ടോ. അപ്പം ഞങ്ങളൊരു 12:30 ഒക്കെ ആയ ടൈമിലായിരുന്നു, ഉച്ച 12:30 ആയ ടൈമിലായിരുന്നു ഞങ്ങൾ തിരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഹോട്ടൽ ലീസിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ ഫുഡും കാര്യമൊക്കെ അടിപൊളിയാണ്. കോഴിക്കോടുള്ളൊരു അടിപൊളി ഫുഡ് സ്പോട്ടാണ് കേട്ടോ ഈ ലീസി. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. നല്ല ചോറും സാമ്പാറും ഒക്കെയാണ്. ഇവിടുത്തെ മീൻ പൊരിച്ചതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇവിടുത്തെ ഓരോ സൈഡും നമുക്ക് അത്രയും നല്ലോണം എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റും കേട്ടോ. കാരണം ആ മീൻ പൊരിച്ചൊക്കെ എന്ത് ടേസ്റ്റാണെന്ന് അറിയാം ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെയും യാത്ര തുടങ്ങിയിട്ടുണ്ട്. വയനാട്ടിലേക്ക് ഞങ്ങൾക്ക് കോഴിക്കോട്ടുകാർക്ക് അത്ര ദൂരമില്ല, ഒരു 2 ഹവേഴ്സൊക്കെ ഉള്ളൂ. അപ്പം പെട്ടെന്ന് എത്തുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചുരമൊക്കെ കയറി. അപ്പോൾ ചുരം കയറി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചുരം കയറുന്നത് ഞങ്ങൾ ഇങ്ങനെ എണ്ണും, ഇങ്ങനെ ഓരോ എയർ പിൻ എത്തുമ്പം അതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വയനാട് പോകുന്നത്. എത്ര പോലും എനിക്ക് മടുക്കാത്തൊരു സ്ഥലമാണ് കേട്ടോ വയനാട്. അങ്ങനെ ഞങ്ങൾ കുരങ്ങന്മാരെ എവിടെയെന്നൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഒരു കുരങ്ങനെ കണ്ടു. പിന്നെ 5-8 കുരങ്ങന്മാരെ കാണാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോഴാണെങ്കിൽ ചെറിയ ആൾക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ കുരങ്ങന്മാരെ കാണുമ്പോൾ. അങ്ങനെ വെൽക്കം ടു വയനാട് എന്നുള്ള ബോർഡൊക്കെ ഞങ്ങളിതാ പിന്നെയും പോയി. അപ്പോൾ ഞങ്ങളൊരു ചായ കുടിക്കാനൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നു നെസ്റ്റോയിലേക്കായിരുന്നു, വയനാട്ടിലുള്ള നെസ്റ്റോയിൽ. അപ്പം അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കാരണം ഞങ്ങളെടുത്ത റിസോർട്ടിൽ നിന്നാണെങ്കിൽ കിച്ചണൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ചെറുതായിട്ട് കുക്കിംഗ് പരിപാടിയൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സാധനം എടുക്കാൻ വേണ്ടി നോക്കി. അപ്പോൾ അവിടെ ആണെങ്കിൽ ഇങ്ങനെ കുറേ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് നോക്കി. അതൊക്കെ കഴിഞ്ഞ് അമ്മനോടൊരു വീഡിയോ ഒക്കെ വരാൻ പറഞ്ഞു. പിന്നെ പപ്പനോട് പറഞ്ഞു. പിന്നെ കുക്കുവിനോട് പറഞ്ഞു. കുക്കുവിനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അവൻ ഒറ്റക്കാണെങ്കിൽ ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പണ്ടത്തെ പോലെ അല്ല, പണ്ട് തീരെ ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോൾ പിന്നെയും നിന്നൊക്കെ തരും കേട്ടോ. അങ്ങനെ ബർഗർ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് ബർഗർ ബണ്ണും പിന്നെ അതിനുള്ള മയോണൈസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതാ കുഞ്ഞാലിനി അങ്ങനെയും പിടിച്ചെടുത്ത് കുഞ്ഞാലിനി അങ്ങനെയും കൂടെ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് കുക്കുവാണെങ്കിൽ അത്രയും സാധനങ്ങളിട്ട ട്രോളി അവൻ ഉന്താണ്. അവനാണെങ്കിൽ അത് പറ്റുന്നില്ല, പക്ഷേ അവൻ ഉന്താന്നൊക്കെ പറഞ്ഞ് അവൻ ഉന്തുന്നുണ്ട്. എനിക്കിഷ്ടമാണ് കേട്ടോ അവൻ കളിക്കുന്ന ഓരോന്നും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അപ്പം ഞാനൊരു ഹായ് പറയുക ചോദിച്ചപ്പോൾ ഹായ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം കൈനെ കൊണ്ട് കാട്ടുക പറയുമ്പോൾ അങ്ങനെയൊക്കെ കാട്ടുകയാണ് കേട്ടോ. അപ്പോൾ ബിസ്ക്കറ്റ് എന്തെങ്കിലും എടുത്താലോ വിചാരിച്ച് ഞാൻ അതിലേ കുറച്ച് നേരം തിരിഞ്ഞ് കളിച്ച്. അപ്പം അമ്മ പറഞ്ഞ് വേണ്ട, വാ തിരിച്ച് പോര്, ബിസ്ക്കറ്റൊന്നും എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ ദാ ഗൈസ് മഴവില്ല്. അങ്ങനെ ഞങ്ങൾ മഴവില്ലിനൊക്കെ കണ്ട് മെല്ലെ മെല്ലെയായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. മഴവില്ല് കണ്ട് കഴിഞ്ഞപ്പോഴാണെങ്കിൽ നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് ഉണ്ടല്ലോ ഗൈസ്, അത് ആണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് നല്ല വൃത്തിക്ക് കാണാമായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ അമ്മയോടൊക്കെ ചോദിക്കായിരുന്നു വെസ്റ്റേൺ ഗട്ട്സിലേക്കൊക്കെ കയറാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിക്കായിരുന്നു കേട്ടോ. കണ്ടോ എന്ത് രസമാണ്, കണ്ടോ ഭയങ്കര കോടയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. റിസോർട്ടിലേക്ക് എത്തിയപ്പം എനിക്ക് തോന്നുന്നു ഒരു 6-6:30 ടൈം ആയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഗൈസ് ഞങ്ങളുടെ റിസോർട്ട്, അതാണ് പൂള്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാനിതാ ഞങ്ങളുടെ റിസോർട്ടിൻ്റെ ഹോം ടൂർ പോലൊരു സംഭവം കാണിച്ചത്. അതിനാണെങ്കിൽ ബാക്ക് ഡോർ തുറന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ് കേട്ടോ. പുറത്തേക്കാണെങ്കിൽ ലൈറ്റൊന്നുമില്ല. രാത്രി ആയി കഴിഞ്ഞാൽ തുറക്കുമ്പോൾ നമുക്ക് പേടിയാവും കേട്ടോ. 2 റൂമാണുള്ളത്. അത് ഈ റൂം കുഞ്ഞാലിൻ്റെയും അങ്കൻ്റെയും ആണ് ഈ റൂം വരുന്നത്. 2 റൂമിലും ബാൽക്കണി ഉണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ റൂമിൽ ബാൽക്കണി ഒക്കെ ഉള്ളത്. അപ്പം ഇവരാണെങ്കിൽ പൂള് കളിക്കുക, അതിനെക്കൊണ്ട് വേഗം മാറ്റാൻ തന്നിട്ട് ഇവിടെ മാറ്റാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് ബാൽക്കണി വരുന്നത്, ഈ റൂമിലത്തെ ബാൽക്കണി. അപ്പോൾ ഇതവിടെ ഊഞ്ഞാലും സീസും ഒക്കെ ഉണ്ട്. പപ്പയും അമ്മയും സ്കൂട്ടിയിലായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അവർ അതാകുമ്പോൾ കുറച്ച് കാറ്റൊക്കെ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു സ്കൂട്ടി തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവരിടയ്ക്കിടയ്ക്ക് വയനാട് വരാറുണ്ട് കേട്ടോ, പപ്പയും അമ്മയും ഇതേപോലെ സ്കൂട്ടിയൊക്കെ എടുത്ത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ ബാൽക്കണിയാണ് കേട്ടോ അത്. അങ്ങനെ റൂം ഇതാണ്. അത് കഴിഞ്ഞ് ഞാനും വേഗം പോയി മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പൂൾ കളിക്കുക അല്ലെങ്കിൽ വെള്ളത്തിൽ കളിക്കുക എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പം എല്ലാവരും ഓരോ കുപ്പി അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് മെറിൻ്റെ ആയിരുന്നു. എനിക്കിഷ്ടമാണെന്ന് ചോദിച്ചാൽ എനിക്കിഷ്ടമാണ്. ബാക്കി എല്ലാവരും ഉള്ള ടൈമിൽ ഞാൻ വാങ്ങുക ഒന്നെങ്കിൽ കോക്ക് അല്ലെങ്കിൽ പെപ്സി ഒക്കെ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് മെറിൻ്റെ വാങ്ങാമെന്ന്.
അങ്ങനെ ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പായിരുന്നു. ഞാൻ ആദ്യം ചെറിയോരയിലായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് സ്വിമ്മിങ് അറിയാം കേട്ടോ. പക്ഷെ ഞാൻ ഇതിൽ ഇറങ്ങാൻ വിചാരിച്ചു. അങ്ങനെ അതിലിറങ്ങി. പിന്നെ ഇവർ അതിൽ ഇരുന്ന് കളിയായി. ഞങ്ങൾ ട്യൂബ് ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഓറഞ്ച് ട്യൂബ് ഓൾറെഡി ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ വെള്ളത്തിൽ നിന്ന് വീഡിയോ എടുക്കലായി. ഭയങ്കര അർമാദമായിരുന്നു. എനിക്ക് തോന്നുന്നൊരു ഒരു 7 മണിക്കൊക്കെ ഇറങ്ങിയിട്ട് ഒരു 10:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കയറാനായിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ സെവനപ്പൊക്കെ കുടിക്കുന്നുണ്ട്. എനിക്ക് ഈ സ്വിമ്മിങ് അറിയാം. എനിക്ക് തോന്നുന്നു ഞാനൊരു 5ാം ക്ലാസ് പഠിക്കുന്ന ടൈമിൽ സ്വിമ്മിങ് ഞാൻ പഠിച്ചിട്ടുണ്ട്. പഠിച്ചതല്ല, ഞാൻ ഇതേപോലെ നീന്തി ഞാൻ പഠിച്ചത് തന്നെയാണ് കേട്ടോ. ഒരു വട്ടം ട്രിപ്പ് പോയ ടൈമിൽ ഇതേപോലെ നീന്തി പഠിച്ചതാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം പോയിട്ട് കുളിച്ചു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പം ഞങ്ങൾ നെസ്റ്റോന്ന് ഓൾറെഡി ബ്രോസ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എന്നിട്ട് അതിൽ ബർഗർ ഫില്ലിങ്സും സാധനങ്ങളൊക്കെ തേച്ച് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ തട്ടിക്കൂട്ട് സാധനങ്ങളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവരാണെങ്കിൽ എഗ്ഗൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ ട്രിപ്പിൻ്റെ പാർട്ട് 1. പാർട്ട് 2 ഉടനെ തന്നെ വരും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ഗായ്സ്.